എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് മാത്സ് ആണ് കേട്ടോ. നമ്മുടെ IO സിലബസിൽ വരുന്ന എഞ്ചിനീയറിംഗ് മാത്സിലെ മൊഡ്യൂൾ 1ൻ്റെ 8ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ, അതിൻ്റെ സൊല്യൂഷൻ്റെ വേരിയസ് ടൈപ്സ്, അതേപോലെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നോട്ട്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 8ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ലീനിയർ ഇക്വേഷൻസ് ഒക്കെ ആദ്യം എഴുതിയെടുക്കാം. അതായത് a1x പ്ലസ് b1y പ്ലസ് c1z ഈക്വൽ ടു d1, അതുപോലെ a2x പ്ലസ് b2y പ്ലസ് c2z ഈക്വൽ ടു d2, അതേപോലെ a3x പ്ലസ് b3y പ്ലസ് c3z ഈക്വൽ ടു d3 എക്സെട്ര. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ എല്ലാം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എത്ര ഇക്വേഷൻ ഉണ്ട്? ഒരു ഇക്വേഷൻ ഉണ്ട്, 2 ഇക്വേഷൻ ഉണ്ട്, 3 ഇക്വേഷൻ ഉണ്ട് അല്ലേ? നമുക്ക് പറയാൻ പറ്റും നമ്മളിവിടെ ഒരു 3 ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ എക്സ് വൈ ഇസഡ്, ഇതെന്താണ്? എക്സ് വൈ ഇസഡ്, ഇതിനെല്ലാം നമ്മൾ പറയുന്നത് അൺനോൺസ് എന്നാണ്. ഓക്കെ, ഇതിൻ്റെ വാല്യൂസാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ പറയും അൺനോൺസ് എന്ന് പറയും. അൺനോൺസ് എന്നല്ലാതെ ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് വേരിയബിൾസ്. ഓക്കെ, അൺനോൺസ് എന്നല്ലാതെ ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് വേരിയബിൾസ്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എ ബി സി ഡി ഇതൊക്കെ എന്താണ്? എ ബി സി ഡി എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, എക്സ് വൈ ഇസഡൊക്കെ ഇവിടുത്തെ അൺനോൺസ് ആണെങ്കിൽ എ ബി സി ഡി ഒക്കെ എന്താണ്? ഇവിടുത്തെ കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് എ എക്സ് ഈക്വൽ ടു ബി. ഓക്കെ, എ എക്സ് ഈക്വൽ ടു ബി എന്നാണ് നമ്മൾ ആദ്യം തന്നെ പഠിച്ചു വെക്കേണ്ടത്. എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് മെട്രിക്സ്. എ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് മെട്രിക്സ് ആണ് കേട്ടോ. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് അൺനോൺ മെട്രിക്സ് ആണ്. ഓക്കെ, എക്സിൻ്റെ വാല്യൂ നമുക്കറിയില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സിനെ നമ്മൾ പറയുന്നത് അൺനോൺ മെട്രിക്സ് എന്നാണ്. ഓക്കെ, ബി എന്താണ്? ബി എന്ന് പറയുന്നത് നമുക്ക് പറയാം വാല്യൂ മെട്രിക്സ് ആണെന്ന് പറയും. കാരണം നമ്മളിവിടെ നേരത്തെ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ എഴുതിയല്ലേ. നമ്മളിവിടെ നേരത്തെ ഇക്വേഷൻ എഴുതിയപ്പോൾ എന്തായിരുന്നു? a1x b1y c1z d1, അതേപോലെ a2x b2y c2z d2, a3x b3y c3z d3. ഈ പറയുന്ന എല്ലാ ഇക്വേഷനും നമുക്ക് എന്താക്കാൻ പറ്റും? ഈ പറയുന്ന എല്ലാ ഇക്വേഷനും നമുക്ക് ax ഈക്വൽ ടു b എന്ന് പറയുന്ന ഫോമിലോട്ട് ആക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ആക്കി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ax ഈക്വൽ ടു b എന്ന് പറയുന്ന ഒരു ഫോം കിട്ടും. ആ എ എന്ന് പറയുന്നത് എന്താണ്? ആ എ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് മെട്രിക്സ് ആണ്. എക്സ് എന്താണ്? അൺനോൺ മെട്രിക്സ് ആണ്. ബി എന്താണ്? വാല്യൂ മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറയുന്ന എ എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഫോമിലോട്ട് നമ്മൾ എഴുതിയ മെട്രിക്സിനെ നമുക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ എല്ലാം ഒന്നുകൂടി എഴുതാം. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ എല്ലാം എഴുതിയിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ആക്കേണ്ട ഫോം ഏതാണ്? എ എക്സ് ഈക്വൽ ടു ബി. എ എക്സ് ഈക്വൽ ടു ബി എന്താണ്? സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ്റെ അകത്ത് വരുന്ന ഒരു കൺവേർഷനാണ്. അതായത് എനെയും എക്സിനെയും നമ്മൾ ഈ പറയുന്ന ഇക്വേഷൻ്റെ അകത്തുനിന്ന്, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ്റെ അകത്തുനിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് എ എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഫോമിലോട്ട് ആക്കും. ഓക്കെ, എന്ത് ഫോമാണ്? എ എക്സ് ഈക്വൽ ടു ബി. എ എന്താണ്? എ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് മെട്രിക്സ് ആണ്. എക്സ് എന്താണ്? എക്സ് എന്ന് പറയുന്നത് അൺനോൺ മെട്രിക്സ് ആണ്. അൺനോൺ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാത്ത വാല്യൂസൊക്കെ വരുന്ന മെട്രിക്സ് ആണ് എക്സ്. ബി എന്താണ്? വാല്യൂ മെട്രിക്സ് ആണ്. വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഈ പറയുന്ന d1 d2 d3 ഇവിടെ എല്ലാം എന്താണ്? ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു വാല്യൂയിലോട്ടാണ് ആ ഒരു ഇക്വേഷൻ പോയിരിക്കുന്നത്. സോ ആ പറയുന്ന വാല്യൂസിനെ ഉൾക്കൊള്ളിക്കുന്ന മെട്രിക്സ് ആണ് ബി മെട്രിക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 3 ഇക്വേഷനെയും എ എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഫോമിലോട്ട് മാറ്റാം. ഓക്കെ, എന്താണ് നമ്മളുടെ ഫോം? എ എക്സ് ഈക്വൽ ടു ബി. എ എന്താണ്? കോഎഫിഷ്യൻ്റ് മെട്രിക്സ്. അപ്പോൾ നമുക്കത് എഴുതാം. എ, പിന്നെ ഉള്ളത് എന്താണ്?
അൺനോൺ മെട്രിക്സ് ആണ് എന്താണ് എക്സ് ഈക്വൽ ടു എന്താണ് ബി ബി എന്താണ് വാല്യൂ മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഇക്വേഷൻ നമ്മൾ മാറ്റി എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്? A1 B1 C1 A2 B2 C2 A3 B3 C3. ഇതെന്താണ്? ഇതാണ് നമ്മുടെ കോഎഫിഷ്യൻറ്റ് മെട്രിക്സ്. എ ബി സി ഒക്കെ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, പിന്നെ എന്താണ്? അൺനോൺ മെട്രിക്സ്. അൺനോൺ ആയിട്ടുള്ള വേരിയബിൾസ് എന്താണ്? എക്സ് വൈ ഇസഡ്. ഓക്കെ, ഇവിടുത്തെ റോസും കോളംസും എത്രയാണ്? 3 റോയും ഉണ്ട് 3 കോളം ഉണ്ട്. ഇവിടെ എന്താണ്? 3 റോയും ഉണ്ട് 1 കോളം ഉണ്ട്. ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? രണ്ടും ഈക്വലാണ്. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഈക്വൽ ടു എന്താണ്? ഈക്വൽ മെട്രിക്സ് ആണ്, അതായത് വാല്യൂ മെട്രിക്സ് ആണ്. ഈക്വൽ ടു എന്താണ്? വാല്യൂ മെട്രിക്സ് ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസൊക്കെ എന്താണ്? നമുക്ക് മുകളിൽ നോക്കിയാൽ കാണാൻ പറ്റും D1 D2 D3 D1 D2 D3. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്? തന്നിരിക്കുന്ന ഇക്വേഷനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് AX=B എന്ന് പറയുന്ന ഫോമിലോട്ട് ആക്കിയല്ലേ. അപ്പോൾ നമുക്ക് തിരിച്ച് ആ ഒരു ഫോമിലോട്ട് ഇതിനെ കൊണ്ടുപോയാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നത് എന്താണ്? A1 ആണ്. A1 റോയും കോളവും. A1x പ്ലസ് അടുത്ത ടേം B1y പ്ലസ് C1 അടുത്ത ടേം Z ഈക്വൽ ടു D1. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ എഴുതിയിരിക്കുന്ന ഇക്വേഷനിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതായത് AX=B എന്ന് പറയുന്ന ഫോമിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്താലും അതിനെ നമ്മൾ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈക്വൽ ആക്കി എഴുതി കഴിയുമ്പോൾ ആ ഇക്വേഷനിലോട്ട് നമുക്ക് തിരിച്ച് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച ഫോം എന്തായിരുന്നു? AX=B ആണ്. എ എന്താണ്? കോഎഫിഷ്യൻ്റ് ആണ്. എക്സ് എന്താണ്? അൺനോൺ ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്? വാല്യൂ മെട്രിക്സ് ആണ്. ഇത്രയും കാര്യം ഓർത്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻലി 2 ടൈപ്പാണുള്ളത്. ഒന്നാമത്തെ ടൈപ്പ് എന്താണ്? കൺസിസ്റ്റൻറ്റ് സൊല്യൂഷൻ. രണ്ടാമത്തെ എന്താണ്? ഇൻകൺസിസ്റ്റൻറ്റ്. അപ്പോൾ ഇതിനെ നമുക്ക് രണ്ടാക്കി തിരിക്കാൻ പറ്റും കേട്ടോ. കൺസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ ടൈപ്പ് എന്താണ്? യുണീക്ക് സൊല്യൂഷൻ. രണ്ടാമത്തെ ടൈപ്പ് എന്താണ്? ഇൻഫിനിറ്റ് സൊല്യൂഷൻ. അപ്പോൾ യുണീക്ക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ പ്രത്യേകത എന്തായിരിക്കും? അവിടെ ആകെ ഒരൊറ്റ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. ഇൻഫിനിറ്റ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മോർ ദാൻ 1 സൊല്യൂഷൻ അവിടെ ഉണ്ടാവും. ഓക്കെ, ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ നോ സൊല്യൂഷൻ ആയിരിക്കും. മനസ്സിലായ? സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻലി 2 ടൈപ്പാണുള്ളത്. എന്താണ്? കൺസിസ്റ്റൻ്റ് ഉണ്ട്, ഇൻകൺസിസ്റ്റൻ്റ് ഉണ്ട്. കൺസിസ്റ്റൻ്റ് വീണ്ടും രണ്ടാക്കി തിരിക്കും. യുണീക്ക് ഉണ്ട്, ഇൻഫിനിറ്റ് ഉണ്ട്. യുണീക്ക് എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ യുണീക്കാണ്, ആകെ ഒരു ഒറ്റ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. ഇൻഫിനിറ്റ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒന്നിലധികം സൊല്യൂഷൻ അവിടെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഫിനിറ്റ് സൊല്യൂഷൻ. അപ്പോൾ ടൈപ്സ് ഓഫ് സൊല്യൂഷൻ്റെ രണ്ടാമത്തെ ടൈപ്പാണ് ഇൻകൺസിസ്റ്റൻറ്റ് സൊല്യൂഷൻ. ഇൻകൺസിസ്റ്റൻറ്റ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നോ സൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ പറയും ഇൻകൺസിസ്റ്റൻറ്റ് സൊല്യൂഷൻ. ഓക്കെ, അടുത്തത് നമുക്ക് കോഎഫിഷ്യൻറ്റ് മെട്രിക്സിൻ്റെ ജനറൽ ഫോം നോക്കാട്ടാ. ഒരു കോഎഫിഷ്യൻറ്റ് മെട്രിക്സിനെ എഴുതുന്ന ജനറൽ ഫോമാണ് A11 A12 A13 അപ് ടു എത്ര വരെ ഉണ്ട്? A1n ഉണ്ട്. സാധാരണ നമ്മളൊരു ജനറൽ മെട്രിക്സ് എഴുതുമ്പോൾ എന്തായിരിക്കും? M റോസ് ഉണ്ട്, N കോളംസ് ഉണ്ട്. M എന്താണ്? റോയാണ്. N എന്താണ്? കോളമാണ്. അപ്പോൾ ഇത് ലാസ്റ്റത്തെ കോളം അല്ലേ വെർട്ടിക്കലി വരുന്നത്. അപ്പോൾ അതിനെ N ആയിരിക്കും നമ്മൾ അവസാനം കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത റോ എന്തായിരിക്കും? A21 ഉണ്ട്, A22 ഉണ്ട്, A23 ഉണ്ട്. എത്ര വരെ ഉണ്ട്? A2n വരെ ഉണ്ട്. അവസാനത്തെ റോ എടുക്കുമ്പോൾ എന്തായിരിക്കും? M റോയാണുള്ളത് അല്ലേ. അപ്പോൾ AM1 AM2 AM3 എത്ര വരെ ഉണ്ട്? mth റോ nth കോളം വരെ ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? കോഎഫിഷ്യൻറ്റ് മെട്രിക്സിൻ്റെ ജനറൽ ഫോം എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. എന്താണ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ്? അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ എഴുതിയില്ല, അപ്പോൾ അത് നമുക്കൊന്ന് വീണ്ടും എഴുതാം. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് എന്തായിരിക്കും? എ എന്ന് പറയുന്നതാണ് കോഎഫിഷ്യൻറ്റ് മെട്രിക്സ്. അത് A1 B1 C1 A2 B2 C2
A3 B3 C3. ഇതായിരിക്കും ഇവിടുത്തെ കോഎഫിഷ്യൻറ്റ് മെട്രിക്സ്. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എ ബാർ ബി എന്നാണ് അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എ മെട്രിക്സ് അതേപോലെ എഴുതും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് നമ്മൾ അതേപോലെ എഴുതിയിട്ട് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വേറൊരു ടേം കൂടി ആഡ് ചെയ്യും. ആ ടേമാണ് ഒരു കോളം. ആ കോളത്തിൽ എന്തായിരിക്കും കിടക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് Ax = B. ബി എന്ന് പറയുന്നത് എന്താണ്? വാല്യൂ മെട്രിക്സ് ആണ്. D1 D2 D3. ഈ വാല്യൂസ് എല്ലാം അവിടെ കിടന്നു വെച്ചത് Ax = B ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? D1 D2 D3 എന്ന് വരും. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഈ പറയുന്ന കോഎഫിഷ്യൻ്റ് മെട്രിക്സിനെ എന്താക്കിയാണ് എഴുതിയത്? മെട്രിക്സിൻ്റെ ജനറൽ ടേമിലാണ് എഴുതിയത്. അപ്പോൾ അതേപോലെ നമുക്ക് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതാം. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബീനെ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? A11 A12 A13 അപ് ടു A1n. പിന്നെ എന്താണ് അവസാനിക്കുന്നത്? എം റോയാണ്. അപ്പോൾ AM1 AM2 അപ് ടു AMn വരെ ഉണ്ട്. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? Ax = B ആണ്. ബി എന്ന് പറയുന്ന ആ ഒരു വാല്യൂ നമ്മൾ ഈ പറയുന്ന എ മെട്രിക്സ് എടുത്തതിന് ശേഷം എഴുതും. അപ്പോൾ എന്തായിരിക്കും? B1 B2 അപ് ടു BM ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി. ഈ പറയുന്ന കാര്യം നമ്മൾ ആ ഒരു പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവട്ടെ. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന നേരത്തെ നമ്മൾ ആ ഒരു ഇക്വേഷൻ പറഞ്ഞില്ല, ഈ ഒരു ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ഓർത്ത് വെക്കാട്ടെ, A1x + B1y + C1z = D1. അപ്പോൾ ഇവിടെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് നമ്മൾ ആ എഴുതിയ കാര്യത്തിൽ എങ്ങനെ വരും? നമ്മൾ എഴുതിയ ഇക്വേഷൻ അനുസരിച്ചിട്ട് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് വരാൻ പോകുന്നത് A1 B1 C1 A2 B2 C2 A3 B3 C3. ഇതിന് ശേഷം നമ്മൾ എന്താ എഴുതാൻ പോണേ? നമ്മൾ D1 D2 D3 എന്നെഴുതും. കാരണം ഇത് നമ്മുടെ കോഎഫിഷ്യൻ്റ് മെട്രിക്സ് എയും ഇത് നമ്മുടെ വാല്യൂ മെട്രിക്സ് ബിയും ആണ്. അവിടുത്തെ വാല്യൂസാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്തതിന് ശേഷം സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ടുള്ള അടുത്ത പ്രൊസീജിയറാണ് റാങ്ക് ഓഫ് എ മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കും, റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി കണ്ടുപിടിക്കും. എന്നിട്ട് ഈ രണ്ട് വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ രണ്ടിനെ നമ്മൾ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ ആൻഡ് നേച്ചർ കിട്ടും. ഓക്കെ, അപ്പോൾ ജനറലായിട്ട് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മളിത് സോൾവ് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മളതിനെ Ax = B ഫോമിലോട്ടാക്കും. അതിന് ശേഷം നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി എടുക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്, ഡയഗണൽ എലമെൻസിൻ്റെ താഴെയുള്ള വാല്യൂസൊക്കെ നമ്മൾ 0 ആക്കും. ഓക്കെ, ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതിയിട്ട് ഡയഗണൽ മെട്രിക്സിൻ്റെ താഴെയുള്ള എലമെൻസൊക്കെ 0 ആക്കിയിട്ട് നമ്മൾ റാങ്ക് ഓഫ് എ കാണും, റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി കാണും. ഇതിനെ രണ്ടിനെ നമ്മൾ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൊല്യൂഷൻ ആൻഡ് നേച്ചർ കിട്ടും. ഓക്കെ, ഇത്രയും മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത ഒരു ടോപ്പിക്ക് നോക്കാം, സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണല്ലേ. എന്താണ് സൊല്യൂഷൻ? കൺസിസ്റ്റൻ്റ് ഉണ്ട്, അതേപോലെ ഇൻകൺസിസ്റ്റൻ്റ് ഉണ്ട്. കൺസിസ്റ്റൻ്റ് സൊല്യൂഷൻ വീണ്ടും രണ്ടാക്കി പറയോട്ടാ. ഒന്നാമത്തത് യുണീക്ക് സൊല്യൂഷൻ. യുണീക്ക് സൊല്യൂഷൻ എപ്പോഴാണ് ആവുന്നത്? നമ്മൾ കണ്ടുപിടിക്കുന്ന റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയും ഈക്വൽ ടു n ആകുമ്പോൾ, n എന്താണ്? നമ്പർ ഓഫ് അൺനോൺസ് ആണ്. ഈ 3 വാല്യൂസും ഈക്വൽ ആയിരിക്കുമ്പോൾ സിസ്റ്റം കൺസിസ്റ്റൻറ്റുമാണ്, യുണീക്ക് സൊല്യൂഷനുമാണ്. അടുത്ത കേസ് ഇൻഫിനിറ്റ് സൊല്യൂഷൻ. ഇൻഫിനിറ്റ് എന്ന് പറയുമ്പോൾ റാങ്ക് ഓഫ് എ എന്തായിരിക്കും? റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുമായിട്ട് ഈക്വൽ ആയിരിക്കും. പക്ഷേ അത് രണ്ടും നമ്മുടെ അൺനോൺസിനേക്കാളും താഴെയാണെങ്കിൽ നമ്മളതിനെ പറയും സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണ്, പക്ഷേ ഇൻഫിനിറ്റ് സൊല്യൂഷൻ ഉണ്ട്. എന്താണ്?
നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ആണ്, പക്ഷേ ഇൻഫിനിറ്റ് സൊല്യൂഷൻ ഉണ്ട്. എപ്പോഴാണ് നമ്മളിങ്ങനെ പറയുന്നത്? നമ്മൾ കണ്ടുപിടിക്കുന്ന റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയും ഈക്വൽ ആണ്, പക്ഷേ അത് നമ്പർ ഓഫ് അൺനോൺസിനേക്കാളും താഴെയാണെങ്കിലാണ് നമ്മളിങ്ങനെ പറയുന്നത്. പിന്നെ ഉള്ളത് എന്താണ്? ഇൻകൺസിസ്റ്റൻറ്റ്. ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ്? റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി ആണെങ്കിൽ നമുക്ക് പറയാം, നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻകൺസിസ്റ്റൻ്റ് ആണ്, നോ സൊല്യൂഷൻ ആണെന്ന് പറയാം. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ ആട്ടാ, ഒരു ചോദ്യം നമുക്ക് നോക്കാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5, അതേപോലെ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആദ്യം നമ്മൾ എന്താക്കും? എ എക്സ് ഈക്വൽ ടു ബി. എ എന്താണ്? എ എന്ന് പറയുന്നത് കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് ആണ്. എക്സ് എന്താണ്? അൺനോൺ മെട്രിക്സ് ആണ്. ബി എന്താണ്? വാല്യൂ മെട്രിക്സ് ആണ്. അപ്പോൾ ഇതിലോട്ട് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് അല്ല കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് എന്തായിരിക്കും? 1 1 1 -1. ഈ പറയുന്ന കോഎഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ എക്സും വൈ ആണ് ഇവിടുത്തെ വേരിയബിൾ അല്ലേ? അതിൻ്റെ നമ്പർ 2 ആണ്. വേരിയബിൾസിൻ്റെ കൂടെ കിടക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ള നമ്പറിനെ പറയുന്ന പേരാണ് കോഎഫിഷ്യൻറ്റ്. ആ കോഎഫിഷ്യൻറ്റ് കൊണ്ടൊരു മെട്രിക്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് കോഎഫിഷ്യൻറ്റ് മെട്രിക്സ്. ഓക്കെ, അപ്പോൾ എ കിട്ടി. എക്സ് എന്താണ്? അൺനോൺസ് ആണ്. എക്സ് എന്തൊക്കെയുണ്ട് ഇവിടെ? എക്സ് ഉണ്ട്, വൈ ഉണ്ട്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? 2/2 ആണ്. 2 റോസ് ഒരു കോളം ഉണ്ട്, അപ്പോൾ 2/2 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഈക്വൽ ടു അൺനോൺ മെട്രിക്സ് ബി ആണ്. അതിൻ്റെ വാല്യൂ എത്രയാണ്? 5 1. അടുത്ത നമ്മൾ എന്താ ചെയ്യാൻ പോണേ? നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി എടുക്കും. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി എന്താണ്? നമ്മൾ പറഞ്ഞല്ലേ, നമ്മുടെ കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് നമ്മൾ അതേപോലെ എഴുതി. ശേഷം നമ്മുടെ ബി മെട്രിക്സ് അൺനോൺ മെട്രിക്സ് അതേപോലെ എഴുതി. തീർന്ന് നമ്മുടെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ ഡയഗണൽ എലമെൻറ്റിൻ്റെ അടിയിൽ കിടക്കുന്ന ഇത് 0 ആക്കണം. അപ്പോൾ അതെങ്ങനെ 0 ആക്കാൻ പറ്റും? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, അത് 0 ആക്കണം എന്നാണെങ്കിൽ R2 ചേഞ്ച് ചെയ്യും. റോ 2 എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? റോ 2വിൽ നിന്ന് റോ 1 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ആ 1 മാറി 0 കിട്ടും. അപ്പോൾ നമുക്ക് അതേപോലെ എഴുതാം. ആദ്യത്തെ റോ അതേപോലെ എഴുതി. ഇതിൽ നിന്ന് തുറക്കുമ്പോൾ എന്ത് കിട്ടും? 0 കിട്ടും. ഇതിൽ നിന്ന് തുറക്കുമ്പോൾ -2, ഇതിൽ നിന്ന് തുറക്കുമ്പോൾ -4. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ റാങ്ക് ഓഫ് എ എന്താണ്? റാങ്ക് ഓഫ് എ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തെ മാറ്റി നിർത്തും. അത് മറച്ച് വെച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താണ്? നമ്പർ ഓഫ് നോൺ സീറോ റോസ് 2 ആണ്. അതോടെ എടുക്കുമ്പോൾ നമുക്ക് എന്താണ്? റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി കിട്ടും. അതുകൂടെ എടുക്കുമ്പോൾ നമുക്ക് നോൺ സീറോ റോസ് 2 ആണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടെ റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബൈ ബി. എ ബൈ ബി എന്താണ്? ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ആണ്. അത് എത്രയാണ്? 2 ആണ്. ഇവിടുത്തെ അൺനോൺസ് എത്രയുണ്ട്? 2 ആണ്. അപ്പോൾ ഇനി 3 ഈക്വൽ ആണെങ്കിൽ എന്താണ് ഞാൻ പറഞ്ഞത്? 3 ഈക്വൽ ആണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ആൻഡ് ഹാവ് യുണീക്ക് സൊല്യൂഷൻ. ഓക്കെ, ഹാവ് യുണീക്ക് സൊല്യൂഷനുമാണ്. അപ്പോൾ ഇനി നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമോ നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന മെട്രിക്സ് എന്താണ്? 1 1 5 -2 -4. അപ്പോൾ നമുക്ക് അതേപോലെ എഴുതാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 5 ആണ്. അടുത്ത ഇതിൽ കിടക്കുന്നത് -2 ഈക്വൽ ടു -4, -2y ഈക്വൽ ടു -4. ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും y ഈക്വൽ ടു 2. ആ 2 നമ്മൾ നേരെ ഇവിടെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു 5 - 2 ഈക്വൽ ടു 3 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്തിട്ട് നമുക്ക് എക്സ് ആൻഡ് വൈ ഈക്വൽ ടു 3 and 2 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതും ആ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ കൺസിസ്റ്റൻ്റ് ആണോ അതേപോലെ അതിൻ്റെ നേച്ചറൊക്കെ കണ്ടുപിടിക്കുന്നതും. ഓക്കെ, ഇനി നമുക്ക് ഒരു ചോദ്യം കൂടി ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോണേ? എ എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഫോമിലോട്ടാക്കും. എ എന്ന് പറയുന്നത് എന്താണ്? കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് ആണ്. വേരിയബിൾസിൻ്റെ മുമ്പിൽ കിടക്കുന്ന കോഎഫിഷ്യൻറ്റ് നമുക്കിവിടെ എഴുതാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ 2 കോഎഫിഷ്യൻറ്റും 1 ആണ്. അപ്പോൾ നമുക്ക് 1 1 അതേപോലെ എഴുതാം. ഇവിടുത്തെ 2 2 അത് അതേപോലെ എഴുതി. എക്സ് എന്താണ്? എക്സ് എന്ന് പറയുന്നത് അൺനോൺ വേരിയബിൾസ് ആണ്. അതിൻ്റെ മെട്രിക്സ് എന്തായിരിക്കും? എക്സ് വൈ.
നമ്പർ ഓഫ് അൺനോൺസ് ഇവിടെ എത്രയാണ് 2 ആണ്. ബി എന്ന് പറയുമ്പോൾ എന്താണ് ഈക്വൽ വാല്യൂസ് ആണ്. ഈക്വൽ വാല്യൂസ് നമുക്കിവിടെ കിട്ടുന്നത് 5ഉം 10ഉം ആണ്. അപ്പോൾ നമ്മൾ ഈക്വൽ മാട്രിക്സ് അല്ലെങ്കിൽ നമ്മൾ വാല്യൂ മാട്രിക്സ് എഴുതിയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഓഗ്മെൻറ്റഡ് മാട്രിക്സ് എ ബിയുടെ റാങ്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെ എഴുതും? നമ്മുടെ മെട്രിക്സ് അതേപോലെ എഴുതുക, ശേഷം നമ്മുടെ ബി മെട്രിക്സ് കൂടെ ചേർക്കുക. അപ്പോൾ ഈ വാല്യൂ നമുക്ക് എങ്ങനെ 0 ആക്കാൻ പറ്റും? R2നെ നമുക്ക് ചേഞ്ച് ചെയ്യണം. R2 2 തന്നെയാണ്, അത് 0 ആക്കണമെന്നാണെങ്കിൽ R1ൻ്റെ കൂടെ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും ഓഗ്മെൻറ്റഡ് മാട്രിക്സ് എ ബി ഈക്വൽ ടു 1 1 5. അപ്പോൾ ഇവിടെ കിട്ടും എന്താണ്? 0 0 0. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? റാങ്ക് ഓഫ് എ മെട്രിക്സിൻ്റെ റാങ്ക് എടുക്കുകയാണെങ്കിൽ ഈ ഒരു കോളം മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. റാങ്ക് ഓഫ് എ ബി എന്ത് കിട്ടും? 1 എന്ന് കിട്ടും അല്ലേ? എടുക്കുമ്പോൾ നോൺ സീറോ റോ എത്രയാണ്? 1 ആണ്. n എന്താണ്? നമ്പർ ഓഫ് വേരിയബിൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് അൺനോൺസ് 2 ആണ്. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മാട്രിക്സ് എ ബി ഈക്വൽ ടു 1 നോട്ട് ഈക്വൽ ടു n. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ തന്നെ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണ്. സിസ്റ്റം എന്താണ്? കൺസിസ്റ്റൻ്റ് ആണ്. ആൻഡ് ഹാവ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതിയെടുക്കാം. എന്താണ്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5. കാരണം എക്സിനും വൈക്കും നമുക്ക് പല വാല്യൂസ് കൂടി ഇട്ട് കൊടുത്ത് നോക്കാം. എക്സും വൈയും ഉണ്ട്. അപ്പോൾ നമുക്ക് 1ഉം 4 ഇട്ട് കൊടുക്കാം. 1 + 4 ഈക്വൽ ടു എന്താണ്? 5 ആണ്. അതേപോലെ നമുക്ക് 4ഉം 1ഉം ഇട്ട് കൊടുക്കാം. 4 + 1 ഈക്വൽ ടു എന്താണ്? 5 ആണ്. ഇനി നമുക്ക് 6ഉം -1 ഇട്ട് നോക്കാം. 6 + -1 ഈക്വൽ ടു 5 ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ആണ്. പക്ഷേ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ് ഈ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഉള്ളതെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 ആണ്. 2x + 2y ഈക്വൽ ടു 15 ആണ്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുന്നത്? Ax ഈക്വൽ ടു ബി ആണ്. അപ്പോൾ നമുക്കിത് നേരിട്ട് എഴുതാം. ഓഗ്മെൻറ്റഡ് മാട്രിക്സ് എ ബി എന്താണ്? കോഎഫിഷ്യൻ്റ് എടുക്കുമ്പോൾ നമുക്ക് 1 1 2 2 കിട്ടും. വാല്യൂ മാട്രിക്സ് നമ്മുടെ വാല്യൂസ് എന്താണ്? 5ഉം 15ഉം ഉണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇത് 0 ആക്കണം. അത് 0 ആക്കണം എന്നാണെങ്കിൽ നമ്മൾ R2നെ എന്ത് ചെയ്യും? R2യുടെ അകത്തുനിന്ന് 2 ടൈംസ് R കൊണ്ട് കുറക്കുമ്പോൾ നമുക്കത് 0 ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാം 1 1 5 0 0 5. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ഓഫ് എ എന്ത് കിട്ടും? നമ്പർ ഓഫ് നോൺ സീറോ റോ 1 ആണ്. അത് നോട്ട് ഈക്വൽ ടു അല്ലേ ഓഗ്മെൻറ്റഡ് മാട്രിക്സ് എ ബിയുടെ റാങ്കുമായിട്ട്? കാരണം അവിടെ നോൺ സീറോ റോസ് 2 ആണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടെ റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു 2 ഈക്വൽ ടു n. ഇവിടെ എക്സും വൈയും ആണ് അൺനോൺസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ അല്ല എന്നാണെങ്കിൽ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഈ രണ്ട് വാല്യൂസും ഈക്വൽ അല്ല എന്നാണെങ്കിൽ നമ്മൾ സൊല്യൂഷനകത്ത് പഠിച്ചതല്ലേ? സൊല്യൂഷൻ എന്താണ്? നോ സൊല്യൂഷൻ ആണ്. അതേപോലെ പ്രത്യേകത എന്താണ്? ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നോട്ട് നോക്കാം കേട്ടോ. ഒന്നാമത്തെ നോട്ട് നോക്കാം. ഒന്നാമത്തെ നോട്ട് എന്താണ്? നമ്പർ ഓഫ് ഇക്വേഷൻ ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ്. ഇക്വേഷനെ നമ്മൾ പറയുന്നത് എമ്മും വേരിയബിൾസിനെ നമ്മൾ പറയുന്നത് എന്നും ആണ്. അപ്പോൾ അത് രണ്ട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് ഓഫ് ഓർഡർ n. ഓക്കെ, അപ്പോൾ മുകളിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ഒരു പ്രോബ്ലം ചെയ്തിരുന്നല്ല, അതെന്താണ്? ഇത് ഇവിടെ എത്ര ഇക്വേഷൻ ഉണ്ട് നമുക്ക്? ഇവിടെ നമുക്ക് 3 ഇക്വേഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ ഇക്വേഷനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? എം ആണ്. എം എത്ര ഉണ്ട് ഇവിടെ? 3 ഉണ്ട് അല്ലേ? ഇവിടുത്തെ വേരിയബിൾസ് എന്താണ്?
എക്സ് വൈ ഇസഡ് അതെന്താണ് ഈക്വൽ ടു 3 അതിനെ പറയുന്നത് n ആണ്. അപ്പോൾ ഇത് 3 നോക്കാൻ നേരത്ത് 3 എന്ന് പറയുന്ന വാല്യൂ എമ്മിനും എന്നിനും ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? സ്ക്വയർ മെട്രിക്സ് ആണെന്ന് പറയും. ഓഫ് ഓർഡർ n എന്താണ് 3 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫോം ചെയ്തിരിക്കുന്ന മെട്രിക്സ് ഏതാണ്? സ്ക്വയർ മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ എന്താണ് നമ്പർ ഓഫ് ഇക്വേഷൻ എമ്മും നമ്പർ ഓഫ് വേരിയബിൾസ് എന്നും ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്, അതിൻ്റെ ഓർഡർ എന്താണ് n ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കണ്ടീഷനാണ് യുണീക്ക് സൊല്യൂഷൻ. എപ്പോഴാണ് യുണീക്ക് സൊല്യൂഷൻ ആവുന്നത്? റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി ഈക്വൽ ടു n ആണെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. ഓർത്തിരിക്കുക, ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്കതിന് എന്ത് പറയാം? നോൺ സിംഗുലാർ മെട്രിക്സ് എന്ന് പറയാം. പിന്നത്തെ കണ്ടീഷൻ എന്താണ്? ഇൻഫിനിറ്റ് സൊല്യൂഷൻ. ഇൻഫിനിറ്റ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ റാങ്ക് ഓഫ് എയുടെ പ്രത്യേകത എന്താണ്? അത് ഈക്വൽ ആയിരിക്കും അല്ലേ? എന്തുകൊണ്ടാണ് ഈക്വൽ ആവുന്നത്? റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി ആയിട്ട് ഈക്വൽ ആയിരിക്കും, പക്ഷേ അത് എന്നിനേക്കാൾ താഴെ ആയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? ഇൻഫിനിറ്റ് സൊല്യൂഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ റാങ്ക് ഓഫ് എ എന്നിനേക്കാൾ താഴെയായിരിക്കും. അതായത് ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ മെട്രിക്സിനെ നമ്മൾ എന്ത് പറയും? സിംഗുലാർ മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ റാങ്ക് ഓഫ് എ എന്നിനേക്കാൾ താഴെയാണെങ്കിൽ ഇവിടെ ഡിറ്റർമിനൻറ്റ് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോർ സൊല്യൂഷൻ ആണെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി ആണെങ്കിൽ നമുക്ക് പറയാം സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആണ്, അതേപോലെ സൊല്യൂഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ അടുത്തൊരു നോട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു നോട്ടിൽ പറയുന്നത് നമ്പർ ഓഫ് ഇക്വേഷൻ ചെറുതാണ്, നമ്പർ ഓഫ് വേരിയബിൾസ്. അപ്പോൾ എം ലെസ് ദാൻ n ആണെങ്കിൽ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ഇക്വേഷൻ എഴുതാം. a1x പ്ലസ് b1y പ്ലസ് c1z ഈക്വൽ ടു d1, a2x പ്ലസ് b2y പ്ലസ് c2z ഈക്വൽ ടു d2. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടുത്തെ ഇക്വേഷൻ 1 ആണ് 2 ആണ്. അപ്പോൾ എന്തുണ്ട്? m ഈക്വൽ ടു 2 ആണ്. ഇവിടുത്തെ വേരിയബിൾസ് n ഈക്വൽ ടു എന്താണ്? എക്സ് വൈ ഇസഡ് ആണ്. അവിടെ വാല്യൂ എന്താണ്? 3 ആണ്. അപ്പോൾ എന്താണ്? m ലെസ് ദാൻ n, അതായത് 2 ലെസ് ദാൻ 3 ആണ്. അപ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ പ്രത്യേകത? ഇവിടെ നോ യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, നോ യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. അതുപോലെ ഇവിടുത്തെ സൊല്യൂഷൻ എന്താവാം? ഒന്നെങ്കിൽ ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആവാം, അല്ലെങ്കിൽ നോ സൊല്യൂഷൻ ആവാം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കി മനസ്സിലാക്കാം. അപ്പോൾ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ -x പ്ലസ് 5y ഈക്വൽ ടു -1, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2, എക്സ് പ്ലസ് 3y ഈക്വൽ ടു 3. ഇവിടുത്തെ വേരിയബിൾസ് എന്താണ്? എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഈക്വൽ ടു n അല്ലേ? അത് എത്രയുണ്ട്? അത് 2 ഉണ്ട്. ഇക്വേഷൻ 1, ഇക്വേഷൻ 2, ഇക്വേഷൻ 3. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ്റെ പ്രത്യേകത എന്താണ്? m ആണ് ഇക്വേഷൻ, അതിൻ്റെ നമ്പർ 3 ആണ് അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ എന്താണ് ആക്കാൻ പോണേ? ഇതിനെ നമ്മൾ ax ഈക്വൽ ടു b എന്ന് പറയുന്ന ഫോം ആക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി ആണ് ഇവിടെ എഴുതാൻ പോണത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -1 5 -1 1 -1 2 1 3 3. ഇതാണെന്ത്? ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ അനുസരിച്ചിട്ട് ഈ പറയുന്ന ഡയഗണൽ എലമെൻസിൻ്റെ താഴെയുള്ള എലമെൻസിനെ നമ്മൾ എന്താക്കണം? 0 ആക്കണം. അപ്പോൾ R2വിനെ നമുക്ക് ആ ഒരു എലമെൻറ്റ് ആദ്യത്തെ 0 ആക്കാനായിട്ട് R2വിൻ്റെ കൂടെ R1 നമ്മൾ കൂട്ടും. അതേപോലെ R3യിൽ ആദ്യത്തെ എലമെൻറ്റ് 0 ആക്കാനായിട്ട് R3യുടെ കൂടെ R1 നമ്മൾ കൂട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -1 5 -1 കൂട്ടിക്കഴിയുമ്പോൾ 0 കിട്ടും, കൂട്ടിക്കഴിയുമ്പോൾ +4 കിട്ടും, കൂട്ടിക്കഴിയുമ്പോൾ 1 കിട്ടും. അതേപോലെ ഇത് നമ്മൾ കൂട്ടിക്കഴിയുമ്പോൾ 0 കിട്ടും, ഇത് കൂട്ടിക്കഴിയുമ്പോൾ 8 കിട്ടും, അടുത്ത കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് 2 കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യാൻ പോണേ? നമുക്ക് ഈ ഒരു എലമെൻറ്റിനെ 0 ആക്കണം. 0 ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാട്ടെ. R3യെ നമുക്ക് ചേഞ്ച് ചെയ്യണം. R3 എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും? R3 ഇൻറ്റു
1/2 നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 4 1 0 8/2 2/2. ആദ്യത്തെ റോയിൽ നമുക്ക് എന്ത് കിട്ടും? -1 5 -1. അപ്പോൾ ഈ വാല്യൂസ് എന്താവും? ഈ വാല്യൂ 4 ആകും, ഈ വാല്യൂ 1 ആകും. അപ്പോൾ -1 5 -1 0 4 1. ഈ എലമെൻറ്റ് 4 0 ആക്കാനായിട്ട് നമുക്ക് ചെയ്യാം. R3 നമുക്ക് എങ്ങനെ 0 ആക്കാം? R3 ചേഞ്ചസ് ടു R3 - R2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 4 വയ്ക്കുമ്പോൾ 0, 1 1 വയ്ക്കുമ്പോൾ 0, അപ്പോൾ 0 0 0 കിട്ടും. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ റാങ്ക് ഓഫ് എ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നോൺ സീറോ റോഡ് എലമെൻറ്റ് 2 ആയിട്ട് കിട്ടും. അതേപോലെ ഓഗ്മെൻറ്റഡ് മാട്രിക്സ് AB എടുക്കുകയാണെങ്കിൽ മൊത്തത്തിൽ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൊത്തത്തിൽ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് നോൺ സീറോ വാല്യൂ 2 കിട്ടും. അപ്പോൾ ഇവിടുത്തെ n വാല്യൂ എന്താണ്? ഇവിടുത്തെ n വാല്യൂ 2 ആണ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മാട്രിക്സ് AB ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് പറയാം സിസ്റ്റം ഈസ് കൺസിസ്റ്റൻറ്റ് ആൻഡ് ഹാവ് യുണീക്ക് സൊല്യൂഷൻ. ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് യുണീക്കാണോ, അതേപോലെ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, നേച്ചേഴ്സ് എന്താണെന്നൊക്കെ നോക്കി പറയുന്ന കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ ഫീഡ്ബാക്ക്, നിങ്ങൾക്ക് എന്ത് ഫീഡ്ബാക്ക് ആയിക്കോട്ടെ, എന്താണെങ്കിലും നിങ്ങൾക്കത് കമൻറ്റ് ചെയ്ത് പറയാട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ ഓൾറെഡി എടുക്കുന്ന ക്ലാസ്സിൻ്റെ ഡിജിറ്റൽ നോട്ട്, നമ്മൾ ഈ കണ്ട ക്ലാസ്സിൻ്റെ എഴുതിയ നോട്ട്, ഡിജിറ്റൽ നോട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള നോട്ട്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു ചെറിയ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നാണെങ്കിൽ ഞാനിവിടെ നമ്പർ എഴുതാം. ഈ ഒരു നമ്പറിലോട്ട് നിങ്ങൾക്ക് വേണ്ട മൊഡ്യൂളിൻ്റെ നമ്മുടെ ക്ലാസ് അനുസരിച്ചിട്ടുള്ള നോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഒരു നോട്ട് നിങ്ങൾക്ക് ഡെമോ ആയിട്ട് തരും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നാണെങ്കിൽ ബാക്കിയുള്ള നോട്ട്സും നിങ്ങൾക്ക് പേയ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ സമയം അനുസരിച്ചിട്ട് നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ക്ലാസ്സുമായി കാണുന്നത് വരെ ഇസ്മി നെവിൻ സൈനിങ് ഓഫ്.